കിഴക്കൻ പാകിസ്ഥാനായിട്ട് നമ്മുടെ ബംഗ്ലാദേശ്, അവിടെ അസ്വസ്ഥതകൾ പുകഞ്ഞു പുറത്തായി. ആകെ പ്രശ്നമാണ്. എന്ത് പറയും, നമ്മുടെ ഷേഖ് ഹസീനയെ തൂക്കിക്കൊല്ലാൻ വരെ വിധിച്ചിരിക്കുന്നു. അവരാണ് ഒരു പക്ഷേ 15 വർഷം ഭരിച്ചിട്ട് ഏറ്റവും ഒരു അധസ്ഥിതമായി കിടന്ന ബംഗ്ലാദേശിനെ ഉയർത്തിക്കൊണ്ടുവന്നത് അവരാണ്. ഇപ്പോൾ അവിടെ ജൻസി കലാപം നടന്നു, അവരെ പുറത്താക്കിയിരിക്കുന്നു, അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. അവിടെയും അസ്വസ്ഥത. യൂനിസിന് കഴിയുന്നത്ര തരത്തിൽ ഭരിക്കാനും പറ്റുന്നില്ല എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നു. ആ അസ്വസ്ഥതകൾ ഇന്ത്യ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ സമീപനം? ഈ ചന്തു നായർ, ഈ നമ്മളിപ്പോൾ പാകിസ്ഥാനെ പറ്റി സംസാരിച്ചു. പാകിസ്ഥാനികൾ നമ്മുടെ ശത്രുക്കളാണ്. പക്ഷേ പാകിസ്ഥാനിൽ നമുക്ക് സുഹൃത്തുക്കളുണ്ട്, ഡെഫിനറ്റായിട്ട് സുഹൃത്തുക്കളുണ്ട് പാകിസ്ഥാനിൽ. എല്ലാ പാകിസ്ഥാനികളും നമുക്കതിലില്ല. ബട്ട് പാകിസ്ഥാൻ ആർമി ഈസ് ഡെഡ്ലി അഗൻസ്റ്റ് അസ്. പക്ഷേ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രത്തിലേക്ക് വരുമ്പം ഫ്രം ടൈം മെമ്മോറിയൽ സെൽഫ്, പാകിസ്ഥാൻ ഉണ്ടാകുന്നതിന് മുമ്പേ ബംഗാളിലെ മുസ്ലിംസ് നമുക്ക് അഗൻസ്റ്റാണ്. 1906 ആദ്യമായിട്ട് അവരവിടെ ഒരു യോഗം കൂടി, അവിടുത്തെ മുസ്ലിം ലീഗ് യോഗം കൂടി സെപ്പറേറ്റ് കൺട്രി വേണമെന്ന്. അന്ന് ജിന്നയില്ല, ജിന്ന പറഞ്ഞിട്ടില്ല. ജിന്ന അതിന് ശേഷം 45 വർഷത്തിന് ശേഷമാണ് പാകിസ്ഥാൻ ചോദിച്ചത്. 1906 ഡാക്കയിലാണ് ആ മീറ്റിംഗ് നടന്നത്. സെപ്പറേറ്റ് മുസ്ലിങ്ങൾക്ക് ഞങ്ങൾക്ക് സെപ്പറേറ്റ് രാഷ്ട്രം വേണം. അപ്പോൾ ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നമ്മളത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വിദഗ്ധന്മാർക്ക് അറിയാം, പക്ഷെ ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്നതാണ്. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഒരു ഡിഫിക്കൽട്ട് DNA ആണ്. പാകിസ്ഥാനികളെ പോലെയല്ല. പാകിസ്ഥാനിൽ നമുക്ക് സുഹൃത്തുക്കളാകാം, മതം സംസാരിക്കുകയും വേറെ വൃത്തിയോട് സംസാരിക്കുകയും ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. ബംഗ്ലാദേശിൽ അങ്ങനെയല്ല. ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന അവിടെ നിൽക്കട്ടെ, എൻ്റെ അറിവിൽ ഇന്ത്യയോട് സ്നേഹമുണ്ടായിരുന്ന ഒരു ഒറ്റ ആളെ ഉണ്ടായിരുന്നു, ഷേഖ് മുജിബുർ റഹ്മാൻ. അദ്ദേഹത്തെ പാകിസ്ഥാൻ ISIയും എല്ലാവരും കൂടെ ചേർന്ന് തട്ടിക്കളഞ്ഞു. അദ്ദേഹം രാഷ്ട്രപിതാവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകളാണ്. അതെ, അവര് അവിടെ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നെ അവരെയും തട്ടിക്കളഞ്ഞന്. അത് ബംഗ്ലാദേശിലെ ISIയുടെ ഏജൻസ് അന്നും ഭയങ്കര പോപ്പുലറായിരുന്നു, പവർഫുൾ ആയിരുന്നു. അത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അവന്മാർ ഭയങ്കര ഫണ്ടമെൻ്റലിസ്റ്റാണ്. അപ്പോൾ അവന്മാരും ISIയും കൂടെ ചേർന്നാണ് ഇവർ തട്ടിയത്. അപ്പം എൻ്റെ പോയിൻ്റ് അതല്ല. ഈ ബംഗ്ലാദേശിനെ പോലുള്ള ഒരു DNA ഉള്ള നല്ല മനുഷ്യരെ മേ ബി അത് എവിടെയും കാണും. പക്ഷെ ഭൂരിപക്ഷവും ബംഗ്ലാദേശ് DNA എന്ന് പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് DNA. യു കനോട്ട് ട്രസ്റ്റ് ദം. ദേ ആർ വെരി ചീറ്റ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ.